എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇതിൽ ഏത് ഭരണത്തിൽ വന്നാലും ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം സെയിം ആണ്. ഏത് വന്നാലും ഭരണത്തിൽ അഴിമതികൾ ഉണ്ടാവാറുണ്ട്, ചില കാര്യങ്ങളിൽ സൈലന്റ് ആവാറുണ്ട്, സെലക്റ്റീവ് ആവാറുണ്ട്. ഇവരെല്ലാവരെയും സെയിം ആക്കുന്ന ആ കോമൺ ഫാക്ടർ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ഇറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് ദീസ് പാർട്ടീസ്. കേരളം, ഇന്ത്യ, ലോകത്ത് തന്നെ ഒരുവിധ എല്ലാ പാർട്ടികൾക്കും ഈ സെയിം സ്ട്രക്ചർ, ഈ സെയിം ഘടനയാണുള്ളത്. ഈ സ്ട്രക്ചറിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിനെ എഫക്ട് ചെയ്യുന്നത്, ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കുണ്ടോ? യെസ്, ദർ ഈസ് എൻ ഓപ്ഷൻ. ആ ഓപ്ഷന് എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ സ്ട്രക്ചറിലെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് പാർട്ടികളുടെ ഘടന എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ പാർട്ടിക്കും ചുരുങ്ങിയത് സംസ്ഥാനം, ജില്ല, മണ്ഡലം ഓഫീസുകൾ ഉണ്ടാവും. അതിൽ ഫുൾ ടൈം വർക്കേഴ്സ്, ലീഡേഴ്സ്, മീഡിയ വിങ് എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം നടന്നു പോകുന്നതിന് വർഷം കോടികളുടെ ചെലവുണ്ട്. ഇതെല്ലാം പ്രധാനമായും കണ്ടെത്തുന്നത് അവരുടെ തന്നെ പ്രവർത്തകരിൽ നിന്നുമായിരിക്കും. പക്ഷെ ഇലക്ഷൻ സമയത്ത് ഇറ്റ്സ് ഡിഫറെന്റ്. രണ്ട് സിറ്റുവേഷൻസിൽ രണ്ട് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ കേരളത്തിലേതാണ്. ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ജയിക്കാൻ ഏകദേശം ഈക്വൽ ചാൻസസ് ആണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇലക്ഷൻ സമയത്ത് സാധാരണ ഉള്ളതിനേക്കാൾ 10-15 മടങ്ങ് അധികം ഫണ്ട് വേണ്ടി വരും. ഈ ഫണ്ട് ലഭിക്കുന്നത് കോർപ്പറേറ്റ്സ് ഒന്നും ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം സാഹചര്യങ്ങളിൽ കോർപ്പറേറ്റ്സിനായിരിക്കും ഡിമാൻഡ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് മാത്രം കണ്ടെത്തിയാൽ പോരാ, മറ്റുള്ള പാർട്ടികളെക്കാൾ കൂടുതൽ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇലക്ഷനിൽ ഫണ്ട് ഈസ് എവറിത്തിങ്. ഈ വലിയ കമ്പനികൾ വെറുതെ ഒരിക്കലും ഫണ്ട് കൊടുക്കാറില്ല. ദേ നീഡ് സംതിങ് ഇൻ റിട്ടേൺ ആൻഡ് ദർ വിൽ ബി എ ഡീൽ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര കോടി രൂപ തരാം, പക്ഷേ നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, അപ്പോൾ നിങ്ങൾ അതിൽ ഇടപെടാൻ പാടില്ല. എത്ര വലുതാണോ ആ ഡീൽ, അത്രയും വലുതായിരിക്കും ആ സംഖ്യ. ഈ ഡീലിനോട് ആ പാർട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി പലപ്പോഴും ആ ഡീൽ എടുക്കേണ്ടതായിട്ട് വരും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സാഹചര്യങ്ങളിൽ കോർപ്പറേഷനാണ് ഡിമാൻഡ്. ഈ ഡീൽ ആ പാർട്ടി എടുത്തില്ലെങ്കിൽ അതെടുക്കാൻ മറ്റൊരു പാർട്ടി അവിടെ ഉണ്ടാകും. രണ്ടാമത്തെ സിറ്റുവേഷൻ ഇന്ത്യയിലേതാണ്. ഈ മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എത്രത്തോളം ബി ജെ പിക്ക് പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഡോമിനന്റ് ആയി നിൽക്കുന്ന പാർട്ടിക്കായിരിക്കും ഡിമാൻഡ്. ഇവിടെ രണ്ട് രീതിയിലാണ് ഫണ്ട് കളക്ട് ചെയ്യുക: സെല്ലിംഗ് ആൻഡ് ത്രെറ്റ്. ഉദാഹരണത്തിന്, ഞങ്ങൾ എന്തായാലും ഭരണത്തിൽ വരും, ഏറ്റവും കൂടുതൽ ഫണ്ടിങ് തരുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുകൾ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഭരണത്തിൽ വരും, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ പോളിസിയിൽ മാറ്റം വരുത്തും. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ തരണം. നാഷണൽ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിങ്ങിന്റെ ഡാറ്റയാണിത്. ഇതിന്റെ ഡിഫറൻസ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഡീലുകൾ ഉള്ളത് കൊണ്ടാണ് ഡൽഹിയിൽ ഇത്രയധികം എയർ പൊല്യൂഷൻ ഉണ്ടായിട്ടും അത് കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റ് പറ്റാത്തത്. ഗംഗാ നദി ഇത്രയധികം മലിനീകരിക്കപ്പെട്ടിട്ടും അതിന് കാരണമായ ഫാക്ടറികൾ ക്ലോസ് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറ്റാത്തത് ഇതുകൊണ്ടാണ്. ഇത്തരം ഡീലുകൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിനെ എഫക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഇതിനേക്കാൾ ഡേഞ്ചർ ആണ് അടുത്ത കാരണം: ദ കൾച്ചർ. നിങ്ങൾ 6 വർഷത്തോളം ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി എന്ന് കരുതുക. ആ വ്യക്തി ടോക്സിക് ആണെന്നും നിങ്ങളുടെ ലൈഫിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങളുടെ ബ്രെയിൻ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ 6 വർഷം ആ വ്യക്തിക്ക് വേണ്ടി ചെലവഴിച്ച ടൈം, എഫേർട്ട്, മണി, മെമ്മറി, ഇതെല്ലാം ആയിരിക്കും. ഇതിനെയാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആശയം തെറ്റാണെന്ന് കാണിക്കുന്ന തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങളുടെ ബ്രെയിൻ അതിനെ അക്സെപ്റ്റ് ചെയ്തതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനെ ഡിഫെൻഡ് ചെയ്യാനായിരിക്കും. കാരണം നിങ്ങൾ വിശ്വസിച്ച ആ ആശയത്തിന് വേണ്ടി ചെലവഴിച്ച ടൈം, എഫേർട്ട്, മണി, ഇതെല്ലാം വെറുതെ ആയി പോകില്ല എന്ന പേടിയിൽ നിന്നും നിരാശയിൽ നിന്നും നിങ്ങളുടെ ബ്രെയിനിനെ, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ബ്രെയിനിൽ ഈ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് പാർട്ടികൾ അവരുടെ പ്രവർത്തകരിൽ ഉപയോഗിക്കുന്നത്? പാർട്ടിയോ അതിന് നേതാക്കളോ അഴിമതിയോ തെറ്റോ ചെയ്താൽ അതിനെ ന്യായീകരിക്കാനും ഡിഫെൻഡ് ചെയ്യാനും ഒരു പോപ്പുലേഷൻ അവർക്ക് വേണം. ഇതിനുവേണ്ടിയാണ് പാർട്ടികളിൽ പലപ്പോഴും തൊഴിലിന്റെയും പ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ പോഷക സംഘടനകൾ ഉണ്ടാക്കുന്നത്. ഇതുവഴി അവർക്ക് ആളുകൾ ഒന്നും കൂടി അതിനുവേണ്ടി എഫേർട്ട് ഇടിക്കാൻ സാധിക്കും. ദ മോർ എഫേർട്ട് ദേ പുട്ട് ഇൻ ടു സംതിങ്, ദ മോർ ഡിഫെൻഡന്റ് ദേ ആർ. ഇങ്ങനെയാണ് ഒരു സിസ്റ്റം ജനപ്രതിനിധികളെ കൊണ്ട് അഴിമതികളിലേക്ക് എത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ വാട്ട്സ് എ സൊല്യൂഷൻ? ഇതല്ലാതെ വേറെ എന്ത് ഓപ്ഷനാണ് നമുക്കുള്ളത്? ഏകദേശം ഇതേ അവസ്ഥയായിരുന്നു 2019 മുമ്പ് യുക്രൈനിലും ഉണ്ടായിരുന്നത്. അവിടുത്തെ 3 പ്രധാന പാർട്ടികളായ യൂറോപ്യൻ സോളിഡാരിറ്റി, പാർട്ടി ഓഫ് റീജിയൻസ്, ഫാദർലാൻഡ് പാർട്ടി, ഇവയെ മൂന്നിനെയും അവിടുത്തെ ആളുകൾ കറപ്റ്റഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഏതു വന്നാലും ഇറ്റ്സ് എ ബാഡ് സിറ്റുവേഷൻ. ഈ സമയത്താണ് കൊമേഡിയൻ ആയിരുന്ന വ്ളാഡിമിർ സെലൻസ്കി വരുന്നത്. ഒരു ടീച്ചർ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയാൽ എന്ത് സംഭവിക്കും എന്ന് കാണിക്കുന്ന ഒരു TV ഷോയിലെ പ്രധാന കഥാപാത്രമാവുകയും ആ TV ഷോ വൻ ഹിറ്റ് ആവുകയും ചെയ്തു. പിന്നീട് സെലൻസ്കി ലോയേഴ്സ്, IT പ്രൊഫഷണൽസ്, ആക്ടിവിസ്റ്റ് ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ട് 2018 സെർവന്റ് ഓഫ് ദ പീപ്പിൾ എന്ന വലിയൊരു പാർട്ടി രൂപീകരിക്കുകയും 2019 പാർലമെന്ററി ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. ഇന്ന് യുക്രൈനിലെ ആളുകൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രസിഡന്റ് ആയിട്ടാണ് സെലൻസ്കിയെ കാണുന്നത്. പക്ഷേ ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുമോ? യുക്രൈനിലെ പൊളിറ്റിക്സും കേരളത്തിലെ പൊളിറ്റിക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യുക്രൈനിലെ ആളുകൾ പാർട്ടികളെക്കാൾ, ആശയത്തെക്കാൾ ആ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ പാർട്ടിയാണ് എല്ലാം. ആ പാർട്ടി തന്നെ റിലീജിയൻ, കൾച്ചർ ഇതെല്ലാമായിട്ട് അത്രയും കണക്റ്റഡ് ആണ്.
ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്, ബട്ട് നോട്ട് ഇമ്പോസിബിൾ. കേരളത്തിലെ പുതിയ തലമുറ ഹൈലി പൊളിറ്റിക്കൽ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അത് പാർട്ടി ബേസ്ഡ് അല്ല. ആൻഡ് ദാറ്റ് ഇസ് എ ഹോപ്പ്. ഓക്കെ, തിങ്ക് അബൌട്ട് ദിസ്. ഒരു 10 വർഷം മുന്നേ ഒരാൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ വിജയിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം പോസ്റ്റർ, ഫ്ലെക്സ്, സ്കോഡ് വർക്ക്, ഇതിനെല്ലാം ആളുകളും അതിനനുസരിച്ചുള്ള ഫണ്ടും വേണം. എന്നാൽ ഇന്ന് ഒരാൾക്ക് ഫോണും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ആളുകളുടെ സൈക്കോളജിയും അറിയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആളുകളിലേക്ക് എത്താൻ പറ്റും. ഇനി ഫണ്ട് ആവശ്യമായ സാഹചര്യങ്ങളിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് ക്രൗഡ് ഫണ്ടിങ്ങോ പബ്ലിക് ഫണ്ടിങ്ങോ നടത്താവുന്നതാണ്. സോറാൻ മംദാനി ന്യൂയോർക്കിൽ നടത്തിയ പോലെ. ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റം വരാൻ പോസിബിൾ ആണെന്ന് കാണിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ 2 ഫാക്ടേഴ്സ് കൂടി വേണം. എഡ്യൂക്കേറ്റഡ് ആയ, കേപ്പബിൾ ആയ, തെറ്റുകൾ വന്നാൽ ന്യായീകരിക്കാതെ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് വരണം. ആൻഡ് ഇറ്റ് ഓൾറെഡി ഹാപ്പൻഡ്. മീറ്റ് എൽദോ ജോർജ്, പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അവരിൽ കുറച്ച് നാളായിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണി തന്നെയാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയാൽ എന്തെല്ലാം ചെയ്യുമെന്നും എത്രത്തോളം കാപ്പബിലിറ്റി ഉണ്ടെന്നും അദ്ദേഹം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഹി നീഡ്സ് മോർ അറ്റൻഷൻ, മോർ വിസിബിലിറ്റി. അദ്ദേഹം ഈ ഇലക്ഷനിൽ ജയിക്കുമോ എന്നുള്ളതല്ല, ജയിക്കേണ്ട ആളാണോ എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു സിസ്റ്റം കേരളത്തിൽ എന്തായാലും വരും. ദ ഓൺലി ക്വസ്റ്റ്യൻ ഈസ് എത്ര വർഷം അതിലെടുക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.